ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈ ഇടവകയുടെ വികാരി പ്രിയപ്പെട്ട എബി ഫിലിപ്പച്ചൻ, പുതിയാവ് സെന്റ് മേരീസ് കത്തീഡ്രലിലെ വിശ്വാസികളുടെ സമൂഹമേ, ആമുഖവാക്കുകൾ ആവശ്യമില്ല. വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഭാഗ്യവശാൽ പുതിയാവ് പള്ളിയുടെ 2 ചാപ്പലുകളിൽ 3 വർഷം വീതം 6 വർഷം പ്രവർത്തിക്കുവാൻ ദൈവം അവസരം ലഭിക്കുകയുണ്ടായി. അനേകം ആളുകളെ കാണുവാനും പരിചയപ്പെടുവാനും പ്രത്യേകിച്ച് പുതിയാവ് സെന്റ് മേരീസ് കത്തീഡ്രലിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും എനിക്കിടയായിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് സംഘർഷവും വേദനയും ഉണ്ടാകുമ്പോൾ അവർ ഓടി വന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ദേവാലയത്തിലേക്കാണ്. എനിക്ക് തോന്നുന്നത് പരമലയിലേക്ക് പോകുന്നതിനേക്കാൾ അതിശീഘ്രം നമ്മുടെ ആളുകൾ എത്തുന്നത് ഈ പുതിയാവ് സെന്റ് മേരീസ് ദേവാലയത്തിലാണ്. പ്രത്യേകിച്ച് ബുധനാഴ്ചത്തെ കുർബാനയ്ക്ക് പല പ്രാവശ്യവും ഞാനതിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഭക്തിപൂർവം ആളുകൾ അതിൽ പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ വേദഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കഷ്ടാനുഭവ ആഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നതും ഈ വേദഭാഗത്തെ പരുവപ്പെടുത്തുന്നതും. ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു വേദവാക്യമാണ്. ഞാനത് വായിക്കുകയാണ്. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. നമ്മൾ ഈ വേദപുസ്തകമൊക്കെ പഠിക്കുമ്പോൾ പല ട്രാൻസ്ലേഷനുകളുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ആധുനിക വിവർത്തനമാണ്. അതിലെ ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിക്കുകയാണ്. എൻ്റെ ശരീരത്തിലുള്ള പാടുകൾ, എൻ്റെ ശരീരത്തിലുള്ള മുറിവുകൾ ഞാൻ യേശുവിൻ്റെ വകയാണെന്ന് വ്യക്തമാക്കുന്നു. വളരെ മനോഹരമാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ ഒരു ആധുനിക വിവർത്തനമാണ്. I bear on my body the marks of the Lord Jesus Christ. എൻ്റെ ശരീരത്തിലുള്ള പാടുകൾ, മുറിവുകൾ ഞാൻ യേശുവിൻ്റെ വകയാണെന്ന് വ്യക്തമാക്കുന്നു. പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ ശരീരത്തിലേക്കൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി. എത്രയോ പാടുകളുണ്ട്, എത്രയോ മുറിവുകളുണ്ട്. നമ്മുടെ ശരീരം ആസകലമെന്ന് പരിശോധിച്ച് നോക്കണം. എത്രയോ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില അടയാളങ്ങളും മുറിവുകളും ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. അനേകം ആളുകൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ചില മുറിവുകളൊക്കെ ശരീരത്തിൽ തന്നെ കിടക്കും. ചില മുറിവുകളൊക്കെ മായാതെ ഹൃദയത്തിൽ നിൽക്കും. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യരോട് പറയുകയാണ്, ഇവിടുത്തെ ശുശ്രൂഷയൊക്കെ ഞാൻ സമാപിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തേണ്ട കാര്യമില്ല. ഞാൻ യേശുവിന്റെ ചൂടടയാളം വഹിക്കുന്നു. എൻ്റെ ശരീരത്തിലുള്ള പാടുകൾ, എൻ്റെ ശരീരത്തിലുള്ള അടയാളങ്ങൾ ഞാൻ യേശുവിന്റെ വകയാണെന്ന് വ്യക്തമാക്കുന്നു. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മോട് പറയുന്നതാണ്, നമ്മുടെ ശരീരത്തിലെ പാടുകൾ എന്താണ്, യേശു തമ്പുരാന്റെ പാടുകൾ എന്താണ് നമുക്ക് പ്രദാനം ചെയ്തത്. നമ്മൾ കേട്ട് കാണും ഈ പാടുകൾ, അടയാളങ്ങൾ എന്ന് പറയുന്നത്.
അതിന്റെ ഒരു ഗ്രീക്ക് പദം എന്ന് പറയുന്നത് സ്റ്റിഗ്മാറ്റ എന്നാണ് ആ വാക്ക്. പക്ഷെ അതിന് ഇംഗ്ലീഷ് നമുക്കറിയാം. അതിന് ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് സ്റ്റിഗ്മ എന്നാണ്. കുട്ടികളൊക്കെ പറയും ഒരു സ്റ്റിഗ്മയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മാർക്ക്, സ്പോർട്സ്, ബ്രാഞ്ച് എന്നൊക്കെ അതിന്റെ അർത്ഥം. പുതിയ അർത്ഥങ്ങളുണ്ട്. ടാറ്റു ഇപ്പോഴേ വലിയ വിവാദമായതാണ്. നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ ശരീരത്ത് അവിടെയും ഇവിടെയൊക്കെ ടാറ്റു കുത്തുന്നതാണ്. എന്തോ ഒരു വിവാദമായിരുന്നു. വേദപുസ്തകത്തിൽ കിടക്കുന്ന ഒരു പദമാണ് സ്റ്റിഗ്മ, സ്റ്റിഗ്മാറ്റ, ടാറ്റു, അടയാളം. അതിനെ അടയാളം എന്ന് പറയുന്നത്, ആ ടാറ്റു എന്ന് പറയുന്നത് എ സൈൻ ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥതയുടെ അടയാളമാണ്. ഈ വലിയ അടിമകളൊക്കെ ടാറ്റു കുത്തിയാണ് ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത്. ഉടമസ്ഥാവകാശം രേഖപ്പെടുത്തുന്നതാണ്. അതേ സമയത്ത് തന്നെ അതൊരു ഡിസ്ഗ്രേസ് ആണ്, ഇതൊരു നാണക്കേടാണ്, ക്ഷയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ലേവുകളാണ് ഈ ടാറ്റുവും ഈ അടയാളങ്ങളും ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. അവിടെ പൗലോസ്ലീഹ ഈ ഭാഗത്തെ എടുത്ത് അത്യുച്ചത്തിൽ പറയുകയാണ്, എന്റെ ശരീരത്തിലുള്ള പാടുകൾ, എന്റെ ശരീരത്തിലുള്ള മുറിവുകൾ ഞാൻ യേശുവിന്റെ വകയാണെന്ന് അറിയിക്കുന്നു. വലിയ കഷ്ടാനുഭവ ആഴ്ചയിൽ എന്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ വകയാണ്, ഞാൻ അങ്ങയുടെ ഇടത്തിലേക്ക് സഞ്ചരിക്കേണ്ടവനാണ് എന്ന് ഓർക്കേണ്ടതാണ്. ഇവിടെ രണ്ട് ആശയത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം, ഈ മുറിവേറ്റ കുറെ മനുഷ്യനുണ്ട്. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ അനേക മുറിവുകളേറ്റു. പൗലോസ്ലീഹയ്ക്ക് സന്തോഷമാണ്. പൗലോസ്ലീഹയേറ്റ ഈ മുറിവുകളൊക്കെയും ഒരു വേദശാസ്ത്രമാനം അതിന് കൊടുക്കുന്നു. എന്റെ ശരീരത്തിലുള്ള ഈ മുറിവുകൾ, എന്റെ ശരീരത്തിലുള്ള ഈ അടയാളങ്ങളെല്ലാം എന്റെ ഗുരുവായ യേശുക്രിസ്തുവിന്റെ ചൂടടയാളമാണ്. മുറിക്കപ്പെട്ട ഒരു സൗന്ദര്യം, അതാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. അതിനൊരു മറുവശമുണ്ട്. മുറിക്കപ്പെടുക, അതോടൊപ്പം മുറിക്കപ്പെടുന്നതിന്റെ സൗന്ദര്യം, ഒരാഹ്ലാദം. ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ ഈ പ്രയോജനങ്ങളൊക്കെ നമ്മൾ കേട്ടു. ദൈവമേ, അങ്ങയുടെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകളെ നീ വ്രണപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. യേശുവിന്റെ ജീവിതത്തിൽ എത്രയോ മുറിവുകളാണ്. ഈ കഷ്ടാനുഭവാഴ്ചയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിന്റെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കണമേ. നമ്മൾ വായിച്ചു കഴിഞ്ഞു. അവിടെ ഈ സന്ധ്യയിൽ നമ്മുടെ മുറിവുകളുടെ രാഷ്ട്രീയം എന്താണ്, നമ്മുടെ മുറിവുകളുടെ സൗന്ദര്യം എന്താണ്, നമ്മുടെ മുറിവുകളുടെ ആധ്യാത്മികത എന്താണ്? എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനേകം 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 മുറിവുകൾ സംഭവിച്ചിരിക്കുന്നു. വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മഹാപ്രളയം വലിയ മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി. മഹാമാരി അനേകം മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി. ഇപ്പോൾ ദാ വരുന്നു വീണ്ടും സാമ്പത്തിക മാന്ദ്യം, പെട്രോളിന് വില കൂടി. ശ്രീലങ്കയെ പോലെ കേരളമാകുമോ എന്നൊരു സംശയം. യുദ്ധം, സാമ്പത്തിക മാന്ദ്യം, വിലവർദ്ധനവ്, വൻ കടം, എത്രയോ മുറിവുകളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മുറിവുകൾ, മാനസികമായ സംഘർഷം, മാനസികമായ മുറിവുകൾ. ഈ മനഃശാസ്ത്ര പഠനങ്ങളൊക്കെ പറയുന്നത് കോവിഡാനന്തര ലോകത്ത് ഏറ്റവും വലിയ സംഘർഷം ഉണ്ടായിരിക്കുന്നത് ഹൃദയത്തിന്റെ മുറിവാണ്, മനസ്സിന്റെ മുറിവാണ്, ജീവിതത്തിന്റെ മുറിവാണ്. അവിടെ ഈ കഷ്ടാനുഭവാഴ്ചയിൽ പങ്കുചേരുമ്പോൾ ശാന്തമായി ശാന്തമായി നമ്മുടെ ഓരോ മുറിവുകളും പറഞ്ഞെടുക്കാം. നമ്മൾ വരുത്തി വെച്ച മുറിവുകൾ, നമ്മളെ മുറിപ്പെടുത്തിയ അനുഭവങ്ങൾ, മായാതെ നിൽക്കുന്ന മുറിവുകൾ, എത്ര ശ്രമിച്ചിട്ടും മറന്നുപോകാത്ത മുറിവുകൾ, ഈ മുറിവുകളെ ഈ കഷ്ടാനുഭവ രാത്രികളിൽ
കാൽവറിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ ഈ മുറിവുകളുടെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. ഈ കോവിഡാനന്തര ലോകത്ത് നമ്മുടെ കുടുംബങ്ങളിലുണ്ടായ മാനസിക സംഘർഷം, അതിന് ചില ഇടങ്ങളുണ്ട്. കുടുംബങ്ങളുടെ തകർച്ച വലിയ മുറിവുകളാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ തകർച്ച, മക്കൾ തമ്മിലുള്ള തകർച്ച, സൗഹൃദങ്ങളുടെ തകർച്ച, അടുത്ത് നിൽക്കുന്ന സ്നേഹിതരൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പിണങ്ങിപ്പോകുന്നത്, തൊഴിലിന്റെ തകർച്ച, അതിലുപരി ആരോഗ്യത്തിന്റെ തകർച്ച, വീണ്ടും ആധ്യാത്മികമായ തകർച്ച. ഇതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം, ഹൃദയം നിറഞ്ഞിരിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാകുന്നു, മനമൊരുങ്ങിയവരെ അവൻ രക്ഷിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നൽകുന്ന സങ്കീർത്തനക്കാരന്റെ വാക്യമാണ്, ഹൃദയം നുറങ്ങിയിരിക്കുന്നവരെ കർത്താവ് അവർക്ക് സമീപസ്ഥനായി തീരുന്നു. ഞാൻ പറയും, ഈ 7-8 ദിവസങ്ങളും ഉയർപ്പ് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ കുമ്പിടുക, കൂടുതൽ ദൈവവചനം വായിക്കുക, പഠിക്കുക. നമ്മുടെ എല്ലാ പാപങ്ങളുമാണ് പൊറുക്കപ്പെടുന്നത്. അടുത്ത ഒരു വർഷത്തേക്കുള്ള ആധ്യാത്മികമായ ചൈതന്യവും നിറവും നമുക്ക് നേടിയെടുക്കുവാനുള്ള ഒരു ഇടമാണ് ഈ കഷ്ടാനുഭവ ആഴ്ച. അതുകൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനായിരിക്കുന്നു. നമ്മുടെ ഹൃദയം നുറുങ്ങി, നമ്മുടെ ഹൃദയം മുറിഞ്ഞു, നമ്മുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തലുകളുണ്ടായി, നമ്മുടെ ജീവിതത്തിൽ അനേകം അടയാളങ്ങൾ. പക്ഷെ അവിടെയാ പ്രശ്നം. നമ്മുടെ ജീവിതത്തിലെ അടയാളങ്ങൾ ആരുടെ അടയാളങ്ങളാണ്? എന്തിന്റെ അടയാളങ്ങളാണ്? ഇവിടെയാണ് പൗലോസ്ലീഹ തമ്മിലുള്ള വ്യത്യാസം. പൗലോസ്ലീഹ പറയുന്നു, എന്റെ ശരീരത്തിൽ വഹിക്കുന്ന എല്ലാ അടയാളങ്ങളും ഞാൻ യേശുക്രിസ്തുവിന്റെ വകയാണെന്ന് വിളിച്ചറിയിക്കുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടില് ചില പുരയിടത്തിലൊക്കെ എഴുതി വെച്ചിരിക്കും, ഇത് മലയാളപ്പുഴ വക. ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥലവും അമ്പലവും ഒക്കെയാണ്. പക്ഷെ എങ്ങും കണ്ടിട്ടില്ല ഇത് പുതിയാവുകളുടെ വക, എങ്ങും കണ്ടിട്ടില്ല. അങ്ങനെ എഴുതി വെച്ചാൽ ഉടനെ ആ ബാനർ ഊരിക്കൊണ്ട് പോകും. നമ്മൾ ആരുടെ വകയാണ്? നമ്മൾ യേശുക്രിസ്തുവിന്റെ വകയാണ്. സങ്കീർത്തനം 147:3 കൂടി വായിച്ചിട്ട് വേദപഠനത്തിലേക്ക് കടക്കുകയാണ്. ദൈവം ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകളെ വെച്ച് കെട്ടുകയും ചെയ്യും. ഇതാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്നത്. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്നു, നമ്മുടെ മുറിവുകളെ വെച്ച് കെട്ടുന്നു. എന്റെ ദൈവമേ, ഈ കഷ്ടാനുഭവാഴ്ചയിൽ നീ എന്റെ ഹൃദയത്തെ വെച്ച് കെട്ടണമേ, നീ എന്റെ ഹൃദയത്തെ സൗഖ്യമാക്കണമേ, നീ എന്റെ ഹൃദയത്തെ ബലപ്പെടുത്തണമേ എന്നാണ് പറയേണ്ടത്. ഈ രാത്രിയിൽ 3 ഉത്തരങ്ങൾ ഞാൻ പങ്കിടുകയാണ്. യേശു തമ്പുരാൻ കാൽവരിയിൽ മുറിവേറ്റു, യേശു തമ്പുരാൻ കാൽവരിയിൽ ആണിപ്പാടുകളേറ്റു, അനേക പീഡനങ്ങളേറ്റു. എന്ത് അടയാളമാണ് ലോകത്തിന് നൽകുന്നത്? യേശുക്രിസ്തുവിന്റെ അടയാളം മുറിവ് നമുക്ക് പകരുന്നത് എന്ത് അനുഭവമാണ്? ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മുറിവാണ്. സ്റ്റിഗ്മ ഓഫ് ലവ്. ആ വാക്ക് ശ്രദ്ധിക്കണം. അടയാളം എന്നതിന്റെ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പദമുണ്ടായത്. സ്റ്റിഗ്മ ഓഫ് ലവ്, സ്നേഹത്തിന്റെ അടയാളം. യേശുവരാൻ കാൽവരിയിലേറ്റ മുറിവുകളുടെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, അത് സ്നേഹത്തിന്റെ അടയാളമാണ്. യേശുവരാൻ പഠിപ്പിച്ച ഏറ്റവും വലിയ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കാൽവരിയിൽ നമ്മുടെ കർത്താവ് യാഗമായി തീർന്നു എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെ അടയാളമാണ്, സ്നേഹത്തിന്റെ അനുഭവമാണ്. വെറുതെ സ്നേഹിക്കാനല്ല പറഞ്ഞത്, തമ്മിൽ സ്നേഹിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസം.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. അതാണ് ആ മുറിവേറ്റ് കിടന്നപ്പോഴും കർത്താവ് കാണിച്ചു തരുന്നത്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ കഷ്ടാനുഭവാഴ്ചയിൽ സ്നേഹിക്കുവാൻ നമുക്ക് പഠിക്കാം, ക്ഷമിക്കുവാൻ നമുക്ക് പഠിക്കാം. നമുക്ക് ക്ഷമിക്കുവാനേ പലപ്പോഴും പറ്റത്തില്ല. അത്രമാത്രം വേദനകളും മുറിപ്പാടുകളുമാണ് നമുക്ക് തരുന്നത്. യേശുവിന്റെ ജീവിതത്തിൽ അനേകം മുറിപ്പാടുകളുണ്ടായി, വേദനകളുണ്ടായി. എന്നിട്ടും കർത്താവ് സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനുമാണ് പറയുന്നത്. എൻ്റെ ദൈവമേ, ഈ സ്നേഹം ഞാൻ എങ്ങനെയാണ് പ്രകടമാക്കുന്നത്? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 67-ാമത്തെ വാക്യം യേശുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നെ വേദനിപ്പിക്കുന്ന വേദഭാഗമാണ്. അപ്പോൾ അവർ യേശുവിന്റെ മുഖത്ത് തുപ്പി, യേശുവിനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവന്റെ കണ്ണത്തടിച്ചു. മനോഹരമായ പാട്ടുകളൊക്കെ ഉണ്ട്. യേശുവിനെ എങ്ങനെയാണ് ഉപദ്രവിച്ചത്, യേശുവിനെ എങ്ങനെയാണ് അപായപ്പെടുത്തുവാൻ ശ്രമിച്ചത്. അപ്പോൾ യഹൂദന്മാർ അവന്റെ മുഖത്ത് തുപ്പി. എന്ത് നീചമാണ്! കൊച്ചുകുട്ടികൾ പോലും നമ്മുടെ ശരീരത്തെ തുപ്പുമ്പോൾ നമ്മൾ വഴക്ക് പറയും, അടിക്കും. അത്ര നീചമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ യേശു തമ്പുരാന്റെ മുഖത്ത് അവർ തുപ്പുന്നു, മുഷ്ടി ചുരുട്ടി കുത്തുന്നു. ഭാവനകളൊക്കെ കണ്ടു നോക്കി. മുഷ്ടി ചുരുട്ടി യേശുവിനെ കുത്തുന്നു. ചിലർ അവന്റെ കണ്ണത്തടിക്കുന്നു. നമ്മുടെ കണ്ണത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നീചമാണ് എന്നോർക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം അടികളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വാക്കുകളുണ്ട് നമ്മളെ അടിച്ചിട്ടുണ്ട്, വാക്കുകളുണ്ട് നമ്മളെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയം മുറുകിപ്പോയിട്ടുണ്ട്, നമ്മുടെ ഹൃദയം ആർദ്രമായി പോയിട്ടുണ്ട്, നമ്മുടെ ഹൃദയം വേദന കൊണ്ട്, സങ്കടം കൊണ്ട്, കണ്ണീര് കൊണ്ട് നമ്മൾ കുനിഞ്ഞിരുന്ന് പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് സംഭവിക്കും. ഇവിടെയൊക്കെ ഓർത്തിരിക്കേണ്ടത്, അങ്ങനെ വേദനയും അപഹാസ്യങ്ങളും നിന്ദകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കുനിഞ്ഞിരിക്കുവാനും വേദനിക്കുവാനും സങ്കടപ്പെടുവാനും കരയുവാനും മാത്രമല്ല, അതൊക്കെ ഇരുന്നോട്ടെ, സടകുടഞ്ഞ് എഴുന്നേൽക്കുവാനുള്ള ആർജവമാണ് നമുക്കുണ്ടാകേണ്ടത്. അവിടെയാണ് കാൽവരിയിലേക്ക് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കർത്താവേറ്റ പീഡനം, നമ്മുടെ കർത്താവേറ്റ പരിഹാസം, നിന്ന, ഇതൊക്കെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, 53-ാം അധ്യായം 5-10 വാക്യങ്ങളായിട്ടാണ്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ പീഡനമേറ്റു, നമുക്ക് വേണ്ടി അവൻ യാതനയേറ്റു, നമുക്ക് വേണ്ടി, നമ്മുടെ അകൃത്യത്തിന് വേണ്ടി അവൻ മുറിഞ്ഞി. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ നേരെ നിൽക്കുന്നു. നമ്മളെ വളർത്താനും വലുതാക്കാനും ഒക്കെ നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം പരിഹാസങ്ങളും നിന്ദകളും വേദനകളും സങ്കടങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് നേരെ നിൽക്കാൻ കരുത്ത് വരുമ്പോൾ അപ്പനോട് പടങ്ങാനും അമ്മയോട് പടങ്ങാനും ഒക്കെ നമുക്ക് എളുപ്പം. നമ്മളെ വളർത്തിയ മാതാപിതാക്കൾ, നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ വാത്സല്യച്ചവർ, സ്നേഹത്തിന്റെ മുറിവ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്? അമ്മ നമുക്ക് നൽകിയ സ്നേഹത്തിന്റെ മുറിവ്, അമ്മ നമുക്ക് തന്ന വാത്സല്യത്തിന്റെ മുറിവ് എങ്ങനെയാണ് നമ്മൾ വഹിക്കുന്നത്? ഒരു പഠനത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻ്റെതാണ്. യേശു തമ്പുരാൻ വഹിച്ച കുരിശിനെ കുറിച്ച് പറയുന്നുണ്ട്. 150 കിലോ ഭാരമുള്ള കുരിശ്. ഓർത്തു നോക്കണം, ഒരു ചാക്ക് സിമെന്റ് 50 കിലോയാണ്. 150 കിലോ ഭാരമുള്ള കുരിശ്, അതാ കർത്താവ് വഹിച്ചത്. 50 അടി നീളം അതിനുണ്ട്, 8 അടി വീതി അതിനുണ്ട്. യേശു അനുഭവിച്ച വേദന, യേശു അനുഭവിച്ച പീഡനം, 150 കിലോ ഭാരമുള്ള കുരിശ്, 15 അടി നീളമുള്ള ആ കുരിശ്, 8 അടി വീതിയുള്ള കുരിശ്, 6 അടി ആ മനുഷ്യന്റെ നീളം. അപ്പൊ 8 അടി എന്ന് പറയുമ്പോൾ എന്നേക്കാൾ 2 അടിയുടെ കൂടുതലാണ്.
17 മണിക്കൂറോളം യേശു ദാഹിച്ച് കുരിശിൽ കിടന്നു. നമുക്ക് പറ്റുമോ? ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. പഠനം പറയുന്നത് യേശുവിന്റെ ശരീരത്തിൽ ബാഹ്യമായും ആന്തരികമായും 480 മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു. ഇതൊന്നും കേട്ട് നമ്മൾ ഭാരപ്പെടേണ്ട. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കാണുന്നതല്ല. യേശു അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. യേശുവിന്റെ ശരീരത്തിന്റെ പല ഭാഗത്തായി 150 മുറിവുകൾ ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, നമ്മൾ ഉറക്കെ പാടുന്നത് 5 മുറിവുകളെ കുറിച്ചാണ്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു അനേക മുറിവുകൾ, 150 പരം ബാഹ്യമായ മുറിവുകൾ. നമുക്കറിയാം, ആ മുൾക്കിരീടം വെക്കുമ്പോൾ തന്നെയുള്ള മുറിവുകൾ. 17 മുള്ളുകൾ തന്നെ തലയിൽ തുളച്ചു കയറി. അതിന്റെ നീളം എന്ന് പറയുന്നത് 8 ഇഞ്ച് നീളം, 3/4 ഇഞ്ച് വണ്ണം. നോർത്ത് നോക്കണം, നമ്മുടെ കാലിലെങ്ങാണ് ഒരു ചെറിയ മുട്ടുസൂചി, ചെറിയൊരു മീനിന്റെ മുള്ളിൽ തൊട്ടാൽ മതി, താഴെ കിടക്കണം. എല്ലാ ആരോഗ്യവും പോയി, എല്ലാ ഗർവവും പോയി, താഴെ കിടക്കണം. നമ്മുടെ കർത്താവ് കാൽവരിയിൽ അനുഭവിച്ച സ്നേഹത്തിന്റെ വേദനയാണ്, സ്നേഹത്തിന്റെ മുറിവാണ്, സ്നേഹത്തിന്റെ അനുഭവമാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ സ്നേഹം പങ്കിടുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ പ്രതി പൗലോസ് ശ്ലീഹ അനേക പീഡനങ്ങളേറ്റു. എന്നിട്ട് പറയുകയാണ്, എന്റെ ശരീരത്തിൽ അനേക അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളുടെ അർത്ഥം ഞാൻ യേശുക്രിസ്തുവിന്റെ വകയാകുന്നു. ഈ പീഡാനുഭവത്തിൽ നമുക്ക് അത് പറയുവാനായിട്ട് കഴിയണം. ബഹുമാനപ്പെട്ട ജോയിസ് അച്ഛനും ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നില്ല. കെംദാ നമസ്കാരത്തിൽ ഒരു പാട്ടുണ്ട്, സന്ധ്യാ നമസ്കാരത്തിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആ പാട്ട്. ആ പാട്ടിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: നിൻ മുറിവുകളിൽ നിന്നേറ്റേ മൂറോൻ മണമെന്നാഥ. നിന്റെ മുറിവുകളിൽ നിന്നും ഞാൻ അനുഭവിച്ചു, ഞാൻ തിരിച്ചറിഞ്ഞു. നിന്റെ മുറിവുകളിൽ നിന്നും എന്റെ ശരീരത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് വലിയ സ്നേഹത്തിന്റെ കാറ്റുണ്ടായി. നിൻ മുറിവുകളിൽ നിന്നേറ്റേ മൂറോൻ മണം എന്നാഥ. അതിന്റെ സമാപന വരികളിൽ പറയുന്നുണ്ട്: നിന്മാറുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ, കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം. സന്ധ്യാനമസ്കാരത്തിന് പള്ളി വന്നെങ്കിൽ ഈ പാട്ടയൊക്കെ അല്ലെങ്കിൽ പരമലയിലെ ഗ്രിഗോറിയൻ ടിവിക്കകത്ത് കേൾക്കാം. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചകളിൽ എന്താണ് പറയുന്നത്? നിന്മാറുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ, കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം. നിന്റെ മാർവ് തുറന്നു. നിന്റെ മാർവ് തുറന്നപ്പോൾ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകി. നിന്റെ മാർവ് തുറന്നപ്പോൾ, കുരിശിൽ നിന്ന് നിന്റെ മാർവ് തുറന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി, ഈ കുരിശാൽ നീ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുന്നു. എന്തിനാണ് കർത്താവ് കുരിശിൽ മാർവ് തുറന്ന് നമുക്ക് വേണ്ടി തന്നത്? ഈ വലിയ അടയാളം നമുക്ക് തുറന്നു തന്നത്. എന്റെ ദൈവം ക്രൂശിൽ യാഗമായി തീർന്നു, എന്നെ രക്ഷിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ നമ്മൾ മാർവ് തുറന്നു കൊടുത്തിട്ടുണ്ട്, നമ്മളെ ഹൃദയം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ അടയാളങ്ങളൊക്കെ നമ്മൾ കാണും. ഭാര്യമാരുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ മതി. കുഞ്ഞുങ്ങളെ പ്രസവിച്ചു, കുഞ്ഞുങ്ങളെ ഓപ്പറേഷൻ ചെയ്തു. 1ഉം 2ഉം പ്രസവം, 2 ഓപ്പറേഷൻ. ആ ശരീരത്തിലെ പാട്, മക്കളുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ, സണ്ട പിടിക്കുമ്പോൾ, മക്കള് നമ്മോട് ക്രുദ്ധമായി ഇടപെടുമ്പോൾ, മക്കൾ നമ്മളെ കണ്ണുരുട്ടി കാണിക്കുമ്പോൾ, ഈ ശരീരം തുറന്ന് കാണിക്കുക. നിനക്ക് വേണ്ടി ഞാൻ പാടേറ്റിരിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ മുറിവേറ്റിരിക്കുന്നു, നിനക്ക് വേണ്ടി എന്റെ ശരീരം തുറന്നു തന്നിരിക്കുന്നു, എന്റെ മാർവ് തുറന്നു തന്നിരിക്കുന്നു, എന്റെ ശരീരം തുറന്നു തന്നിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
ശാന്തമായ സൗമ്യമായ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം തരത്തിലാണ് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് പലപ്പോഴും സ്നേഹമായിരിക്കത്തില്ല. നമ്മൾ ആരെയൊക്കെ സ്നേഹിച്ചു, ആരെയൊക്കെ അകമഴിഞ്ഞ് നമ്മളെ സഹായിച്ചു, അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തിരികെ ലഭിക്കുന്നത് പലപ്പോഴും മുറിവുകളായിരിക്കും, വേദനകളായിരിക്കും. ആ വേദനകളും ആ മുറിവുകളും ഒക്കെ അതിഭീകരമായിട്ടാണ് നിലനിൽക്കുന്നത്, അസഹ്യമായിട്ടാണ് നിലനിൽക്കുന്നത്. കർത്താവിന്റെ ജീവിതത്തിൽ പോലും കൂടെ നിന്ന യൂദയും കൂടെ നിന്ന് പത്രോസും ഒക്കെ നൽകിയ വേദനകൾ അതിഭയങ്കരമായിരുന്നു. ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല, സ്നേഹത്തിന്റെ മുറിവ് പങ്കുവെച്ചെന്ന് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അളവറ്റ അതിഭീകരമായ അതിവേദന പകരുന്ന മുറിവുകൾ ഉണ്ടാകുമ്പോൾ ശാന്തമായി കാൽവരിയിലേക്ക് നോക്കി ആ സ്നേഹത്തെ, അളവറ്റ സ്നേഹത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആവഹിച്ചുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയണം, എന്റെ ശരീരത്തിലെ മുറിവുകൾ, എന്റെ ശരീരത്തിലെ വേദനകൾ യേശുക്രിസ്തുവിന്റെ അടയാളമാകുന്നു. അതാണ് നമുക്ക് പറയുവാൻ കഴിയേണ്ടത്. അതുപോലെ സ്നേഹം പറഞ്ഞത്, എന്റെ ശരീരത്തിലുള്ള മുറിവുകൾ ഞാൻ യേശുക്രിസ്തുവിന്റെ വകയാണെന്ന് വ്യക്തമാക്കുന്നു. ഈ കഷ്ടാനുഭവത്തിൽ പങ്കുചേരുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിന്റെ വകയാണെന്ന് പറയുവാൻ എനിക്ക് എന്താണ് കൊടുക്കുവാനുള്ളത്? വീണ്ടും ഏത് തരം മുറിവാണ് നമുക്ക് പകരുന്നത്? യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു. എന്തിനു വേണ്ടി? എന്തിന്റെ അടയാളമാണ് തന്നത്? സ്റ്റിഗ്മ ഓഫ് ലിബറേഷൻ, വീണ്ടെടുപ്പിന്റെ മുറിവ്. ഈ വാക്കുകൾ ഓർക്കണം, പഠിക്കണം. ഒന്നാമത്തെ എന്തായിരുന്നു? സ്റ്റിഗ്മ ഓഫ് ലവ്. രണ്ടാമത്തെ എന്തായിരുന്നു? സ്റ്റിഗ്മ ഓഫ് ലിബറേഷൻ, വിമോചനത്തിന്റെ, വീണ്ടെടുപ്പിന്റെ മുറിവ്. യേശുക്രിസ്തു എന്തിനു വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു? ഉത്തരവെടുപ്പോ? വീണ്ടെടുപ്പിന് വേണ്ടി. ആ വീണ്ടെടുക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. വീണ്ടും എടുക്കുക, നഷ്ടപ്പെട്ട പോയതിനെ വീണ്ടും പിടിച്ചെടുക്കുക, അന്യർ അപഹരിച്ചുകൊണ്ട് പോയതിനെ വീണ്ടും തിരിച്ചു പിടിക്കുക. അതാ വാക്കിന്റെ അർത്ഥം. വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എൻ്റെ വേദവിശകലനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ ഈ വീണ്ടെടുപ്പിന്റെ മുറിവ് എങ്ങനെയാണെന്ന് കേൾക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. യേശുക്രിസ്തു മാത്രമല്ല ഈ മുറിവേറ്റെടുത്തത്. നമ്മളൊക്കെ വലിയ കാര്യത്തെ പറയും, എന്റെ ജീവിതത്തിൽ മുറിവുണ്ടായി, എന്റെ ജീവിതത്തിൽ സങ്കടമുണ്ടായി, എന്റെ ജീവിതത്തിൽ അവർ മുറിവ് പകർത്തി. പക്ഷേ യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്ത എല്ലാ ശിഷ്യന്മാരുടെയും ജീവിതത്തിൽ അനേകം മുറിവുകൾ ഉണ്ടായി എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളാണ് അവിടെ നമ്മൾ വായിക്കേണ്ടത്. പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 24-ഉം 25-ഉം. എന്തെല്ലാം അടയാളങ്ങളാണ് പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചത്? ഞാനത് അക്കമിട്ട് പറയുകയാണ്. പൗലോസ്ലീഹ പറയുകയാണ്, യഹൂദന്മാരിൽ നിന്ന് 35 അടി 5 പ്രാവശ്യം എന്റെ ശരീരത്തിലുണ്ടായി. വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസ്ലീഹായൊക്കെ നമുക്ക് ഇഷ്ടം, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം. പക്ഷെ പൗലോസ്ലീഹ അനുഭവിച്ച ഈ തീവ്രമായ മുറിവ്, തീവ്രമായ വേദന നമ്മൾ അനുഭവിക്കണം. യഹൂദന്മാരിൽ നിന്ന് 35 അടി 5 പ്രാവശ്യം ഞാൻ വഹിച്ചു. ഈ വേദഭാഗം എന്ന് പറയുന്ന പൗലോസ്ലീഹ ഒരു ആത്മകഥ എഴുതുകയാണ്. താൻ ആരാണ്, താൻ എന്താണ്, തന്റെ ജീവിതം എങ്ങനെയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മകഥ എഴുതി കഴിഞ്ഞാൽ അനേകം ആളുകൾ ദുഃഖിക്കും, അനേകം ആളുകൾ സങ്കടപ്പെടും, അല്ലേ? അതുകൊണ്ട് നമ്മൾ ആത്മകഥ ഒന്നും എഴുതാതെ നമ്മൾ കല്ലറക്കലേക്കൊക്കെ പോവുകയാണ് ചെയ്യാറുള്ളത്. നന്നായി ആത്മകഥ എഴുതാവുന്നത്. ഇവിടെ പൗലോസ്ലീഹ ചെറിയ ചെറിയ ആത്മകഥകൾ എഴുതി. അതിലൊരു ആത്മകഥയാണ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം പുസ്തകം 11-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. യഹൂദന്മാരിൽ നിന്ന് 35 അടി 5 പ്രാവശ്യം ഞാൻ കൊണ്ടു. 3 വട്ടം റോമാക്കാർ എന്നെ വടി കൊണ്ടടിച്ചു. കർത്താവ്
സംഭവിച്ച അതേ പീഡനം പൗലോസ്ലീഹ ഏറ്റെടുക്കുകയാണ്. ഒരു പ്രാവശ്യം ഞാൻ കല്ലേറ് സഹിച്ചു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു, ഒരു പ്രാവശ്യം 24 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കഴിച്ചു കൂട്ടി. നമ്മുടെ ജീവിതത്തിൽ നോക്കി എത്രയോ പ്രയാസം. ഭാവി നമുക്ക് എഴുതാം. ലോക്ക്ഡൗണായി, ഞാൻ ക്വാറന്റൈനിൽ കഴിഞ്ഞു, ആളുകളാരും എനിക്ക് എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഒന്ന് എഴുതി നോക്കണം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് പൗലോസ്ലീഹ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച്. ഇതൊക്കെ എന്തിനാ പൗലോസ്ലീഹ സഹിച്ചത്? നമ്മളെന്തുകൊണ്ടാ സഹിക്കാത്തത്? കാര്യം പൗലോസ്ലീഹ ഇതൊക്കെ സഹിച്ചത് പൗലോസ്ലീഹയുടെ ശരീരത്തിൽ ചൂടടയാളം അനുഭവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ യേശുക്രിസ്തുവിന്റെ വകയാകുന്നു, ഞാൻ യേശുക്രിസ്തുവിന്റെ സ്വന്തമാകുന്നു, ഞാൻ ക്രിസ്തുയേശുവിന്റെ സ്വന്തമാകുന്നു. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ അധ്യായത്തിലെ സമാപനത്തിലെ ചില വാക്യം ഞാൻ വായിക്കുകയാണ്. വ്യാജ സ്നേഹിതരിൽ നിന്നുള്ള അപകടങ്ങളിലും ഞാൻ അകപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്ന വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. വ്യാജ സ്നേഹിതർ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്നേഹിതരുണ്ട്, പക്ഷെ വലിയ പ്രയാസമായി വ്യാജ സ്നേഹിതരെയും ഒറിജിനൽ സ്നേഹിതരെയും കണ്ടുപിടിക്കാനായിട്ടാണ്. വ്യാജ സ്നേഹിതരിൽ നിന്നുള്ള അപകടങ്ങളിൽ ഞാൻ അകപ്പെട്ടു. കഠിനമായ അധ്വാനവും ക്ലേശവും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഉറങ്ങാൻ കഴിയാതെ പോയിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. ശീതബാധയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഒരിടമോ വസ്ത്രമോ ഇല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുക. നമ്മുടെയൊക്കെ അധ്വാനത്തിലും ജോലിയിലും പല സ്ഥലങ്ങളിലെ യാത്രയിലും ഒക്കെ പൗലോസ്ലീഹ അനുഭവിച്ച അതേ മുറിവുകൾ, അതേ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ പറയുന്ന ഇതാണ്, വ്യാജ സ്നേഹിതരിൽ നിന്നുള്ള മുറിവുകൾ. നമുക്ക് ഒരാളെ പോലും ഒന്ന് ഫോണിൽ വിളിക്കാനായിട്ട് പറ്റത്തില്ല, ഒരാളെ പോലും വാട്സപ്പിൽ നമുക്കൊന്ന് ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എപ്പോഴാണ് എടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാറ്റ് ചെയ്തെന്ന് ഫോർവേഡ് ചെയ്തെന്ന് നമുക്കറിയാൻ വയ്യാതെ പോകും. അതുകൊണ്ട് എൻ്റെ ഒരു ദൃഷ്ടിയിൽ ഇന്ന് സ്നേഹിതന്മാരില്ല. ഇന്ന് നമുക്ക് എല്ലാം വ്യാജമായ സ്നേഹിതർ. നമ്മളെ കണ്ടിട്ട് പറയും, ഓ ഞങ്ങളുടെ അച്ഛൻ മിടുക്കനാണ്, മുത്താണെന്നൊക്കെ പറയും. അങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മളെ അപഹസിക്കാവുന്ന പരമാവധി അപഹസിക്കും. ഇതാ ഇപ്പോഴത്തെ ഒരു കൾച്ചർ. എന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു വേദനകളെ ഏറ്റിട്ടുള്ളൂ. നമ്മുടെ കാതോലിക്ക ബാവ, കാലം ചെയ്ത പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയെ നമ്മളൊക്കെ എന്തെല്ലാം തരത്തിലാണ് വേദനിപ്പിച്ചത്, എന്തെല്ലാം തരത്തിലാണ് മുറിപ്പെടുത്തിയത്, എന്തെല്ലാം തരത്തിലാണ് അപഹസ്യപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത് അറിയാമോ? സ്വയം അപമാനിക്കപ്പെട്ടാലും, ഞാൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടാലും മലങ്കര സഭ അപമാനിക്കപ്പെടരുത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റാണ്. ഞാൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടാലും എന്റെ സഭ അപമാനിക്കപ്പെടരുത്. ഇതേ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉണ്ടല്ലോ. ഞാൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടാലും നമ്മൾ പിടിച്ചു നിൽക്കുന്ന നിയമത്തിനും സത്യത്തിനും അപമാനം ഉണ്ടാകരുത്. നിന്ദ, പരിഹാസം, അപഹാസ്യം, ഒറ്റപ്പെടൽ, തിരസ്കരണം, എന്തെല്ലാം പരിശുദ്ധ ഭാവതിരുമനസ് അനുഭവിച്ചു. എന്തിനാ വലിയ കഥകൾ പറയുന്നത്? നമ്മുടെ കർത്താവ് അനുഭവിച്ചതുപോലെ, പൗലോസ്ലീഹ അനുഭവിച്ചതുപോലെ അനേക പീഡനങ്ങളിൽ കൂടി അദ്ദേഹം കടന്നുപോയി. എനിക്ക് സങ്കടമുണ്ട്. അന്ന് അദ്ദേഹത്തിനെ കീജെ വിളിച്ചുകൊണ്ട് പോയി നടന്ന പല നേതാക്കന്മാരെയും ഇന്ന് കാണാൻ പോലുമില്ല. എല്ലാം മുങ്ങി, എല്ലാവരും മുങ്ങി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, വ്യാജ സ്നേഹിതരിൽ നിന്ന് എന്നെ ഞാൻ അകപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ കൂടെ നിന്ന് ചിരിച്ച് സന്തോഷം പങ്കിട്ട് നമ്മളെ പൊക്കി പൊക്കി പറയുന്ന പല മനുഷ്യരും ഏത് നിമിഷത്തിലും
വിശ്വാസത്തിന് നമ്മളെ അപായപ്പെടുത്തുന്നതെന്ന് അറിയത്തില്ല. പൗലോസ് ശ്ലീഹ അതുകൊണ്ടാണ് പറയുന്നത് വ്യാജ സ്നേഹിതർ. ഞങ്ങൾ ഈ വൈദിക ഇടവകയിലൊക്കെ നിൽക്കുമ്പോഴാണ് അനേക സന്ദർഭങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കൂടെ നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്, കൂടെ നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്, എപ്പോഴാ കാല് വരുന്നതെന്ന് അറിയത്തില്ല. അതാ പൗലോസ് ശ്ലീഹ പറഞ്ഞത് വ്യാജ സ്നേഹിതർ. ജീവിതത്തിൽ ഈ വ്യാജ സ്നേഹിതരെ തിരിച്ചറിയുവാനായിട്ട് കഴിയണം. നമ്മുടെ കർത്താവ് സങ്കടപ്പെടുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. യേശുവിനെ സങ്കടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥ എന്ന് പറയുന്നത് ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചുകൊണ്ട് പോയി കൂടെ ഉണർന്നിരിക്കാൻ പറഞ്ഞു. എല്ലാവരും ഉറങ്ങിപ്പോയി. അവിടെ പറയുന്നൊരു വാക്യമുണ്ട്, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാമത്തെ വാക്യം, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. അതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഗത്സമനയിൽ യേശു പ്രാർത്ഥിച്ചിരുന്ന അവസരത്തിൽ കണ്ണിൽ നിന്നും രക്തം ധാരയായിട്ട് വീണു. ഒരു മാലാഖ ഇറങ്ങി വന്ന് യേശുവിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നു. ജീവിതത്തിലെ ഏതോ സാഹചര്യങ്ങളിൽ നമ്മുടെ കണ്ണിൽ നിന്നും രക്തം വാർന്നു വീഴത്തില്ലേ? ഇനി ആരെങ്കിലും പറയുകയാണ് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഇതുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പേടിക്കണ്ട, വരാനിരിക്കുന്നേ. ഇതൊക്കെ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമുഖത്തൊന്നും പോകാൻ പറ്റുകയുള്ളൂ. യേശുവിനാൻ ഗത്സമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിവേദനയോടുകൂടി, സങ്കടത്തോടുകൂടി, വേദനയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ രക്തം കണ്ണുനീർ രക്തമായി തീരുന്നു. ഒരു മാലാഖ ഇറങ്ങി വന്ന് സ്വാന്തനപ്പെടുത്തുന്നു. ഒരു ചിത്രകാരനായിരുന്നെങ്കിൽ ഞാനത് വരച്ചേരി. ഒരു മാലാഖ ഇറങ്ങി വന്ന് യേശുവിൻ്റെ ആ മുഖത്തു നിന്നും ആ കണ്ണുനീര് തുടച്ചു കളയുന്നൊരു അനുഭവം. നമ്മളൊക്കെ കരയുന്ന അവസരത്തിൽ ചിലർ വന്ന് നമ്മളെ ഇങ്ങനെ തുടയ്ക്കാറില്ല. എൻ്റെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. വലിയ പ്രിയപ്പെട്ടവർ മരണം ഉണ്ടായപ്പോൾ വലിയ ധൈര്യശാലിയായ ഞാനൊക്കെ കരഞ്ഞ് നിലവിളിച്ച് നേരെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സഹോദരന്റെ അപകട മരണത്തിൽ 40 വയസ്സുള്ള സഹോദരൻ മരിച്ചപ്പോൾ ഓരോരുത്തരെ വന്ന് എൻ്റെ കണ്ണിൽ സ്പർശിച്ച് ഈ കണ്ണിൽ നിന്ന് മാറ്റിയ ഒരു അനുഭവം ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഹൃദ്യമായി അനുഭവിച്ച ഒരു ക്രിസ്തുവിന്റെ ചൂടടയാളമാണത്. എൻ്റെ കണ്ണിൽ നിന്ന് അല്പമൊന്ന് തുടച്ചു കളയുന്നൊരു അനുഭവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തോ ഒരു അനുഭവങ്ങൾ. അതേ അധ്യായത്തിൽ തന്നെ പറയുകയാണ്, യേശു ശോകപരവശനായി തീർന്നു, അസ്വസ്ഥ ചിത്തനായി തീർന്നു. ശോകപരവശനും അസ്വസ്ഥ ചിത്തനുമായി തീർന്നു. ദ സ്റ്റിഗ്മ ഓഫ് ലിബറേഷൻ. എന്തിനാണ് കർത്താവ് ഇതൊക്കെ അനുഭവിച്ചത്? ഈ ഗത്സമനയിലും കാൽവരയിലും ഒക്കെ ഈ വേദനയും മുറിപ്പാടുകളും ഏറ്റെടുത്തത് നമ്മൾ പൗലോസ് ശ്ലീഹയുടെ കാര്യം കണ്ടു. ഈ അടിയും ബഹളവും കല്ലേറും കപ്പലാക്രമണവും ഈ വെള്ളം കുടിക്കാതെ കടക്കലൊക്കെ എങ്ങനെ ഉണ്ടായി? എന്തിനുണ്ടായി? യേശുക്രിസ്തുവിന്റെ ചൂടടയാളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട്. ഒരു ആശയം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പൗലോസ് ശ്ലീഹ അടയാളപ്പെടുത്തുകയാണ്, എൻ്റെ ശരീരത്തിലുള്ള പാടുകൾ, മുറിവുകൾ ഞാൻ യേശുക്രിസ്തുവിന്റെ സ്വന്തമാണെന്നുള്ളതിന്റെ അടയാളമാണ്. യേശുക്രിസ്തുവിന്റെ വകയാണ് എന്നതിന്റെ അടയാളമാണ്. മൂന്നാമത്തെ ഉത്തരം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റിഗ്മ ഓഫ് ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരത്തിന്റെ മുറിവ്, രൂപാന്തരപ്പെടുത്തുന്നതിന്റെ മുറിവ്. കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഒരു മാറ്റം, ഒരു പുതുക്കം. അവിടെ ഞാൻ പറയും, ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ പള്ളിയിൽ വരാൻ പറ്റുന്നവരൊക്കെ പള്ളിയിൽ വരണം. പള്ളിയിൽ വരാൻ സാധിക്കാതെ മഴയൊക്കെ ആവുന്നെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഈ പാട്ടുകളൊക്കെ ഒന്ന് ചൊല്ലണം. അറിയാവുന്ന രീതിയിലൊക്കെ ചൊല്ലിയാൽ മതി, അറിയാവുന്ന താളത്തിലൊക്കെ ചൊല്ലിയാൽ മതി. ഈസ്റ്ററിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, ദൈവമേ എൻ്റെ മനസ്സിലുള്ള മുറിവുകളെയൊക്കെയും ഞാൻ പുറത്തെടുക്കുകയാണ്. ഈ മുറിവുകൾ വെച്ചുകൊണ്ട്
നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു കാര്യവുമില്ല. രൂപാന്തരപ്പെടുത്തുവാൻ കഴിയണം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശു അനുഭവിച്ച വേദനകളെ കുറിച്ച് പറയുന്നുണ്ട്. 63 മുതൽ 65 വരെയുള്ള വേദഭാഗം. യേശുവിനെ ബന്ധനസ്ഥിലാക്കിയവർ യേശുവിന്റെ കണ്ണുകൾ മൂടിക്കെട്ടി. അവർ അവനെ അടിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, നിന്നെ അടിച്ചത് ആരാണെന്ന് പറയുക. കണ്ണെല്ലാം മൂടിക്കെട്ടിയിട്ട് യേശുവിനെ അടിച്ചിട്ട് പറയുകയാണ്, നിന്നെ അടിച്ചത് ആരാണെന്ന് പറയുക. നീ പ്രവാചകനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ അവഹേളിച്ചു. ഈ സന്ധ്യയിൽ യേശുവേറ്റ മുറിവിനെ കുറിച്ചാണ്, പൗലോസ്ലീഹ ഏറ്റ മുറിവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ രണ്ടുപേരും ഏറ്റ മുറിവുകളിന് സമാനമായ മുറിവുകൾ നമ്മളൊക്കെ അനുദിന ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മുറിവുകൾ തകർന്നു പോകാനുള്ളതല്ലായിരുന്നു, ഈ വേദനകൾ നിലംപരിശാകുവാനുള്ളതല്ലായിരുന്നു, ഈ മുറിവുകൾ അതിജീവിക്കുന്നതിനുള്ളതായിരുന്നു. അതാവുന്നു സ്റ്റിഗ്മ ഓഫ് ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരത്തിനുള്ള മുറിവ്. ആ രൂപാന്തരത്തിന്റെ അനുഭവമാണ് യേശുവിന്റെ ഭൗതിക ജീവിതത്തിലെല്ലാം കാണുന്നത്. വിശദീകരിക്കാതെ തന്നെ ഞാൻ പറയുകയാണ്. പെസഹായുടെ ഒരു അനുഭവം രൂപാന്തരപ്പെടലിന്റെ അനുഭവമാണ്. യേശു അപ്പമെടുത്തു, യേശു വീഞ്ഞെടുത്തു, അപ്പവീഞ്ഞുകളെ വാഴ്ത്തി, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. അപ്പമെടുത്തു, വാഴ്ത്തി, മുറിച്ചു, തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അവർ നോക്കിയ അപ്പവീഞ്ഞുകൾ എന്തായി തീർന്നു? കർത്താവിന്റെ തിരുശരീര രക്തങ്ങളായി തീർന്നു. മുറിവുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ രൂപാന്തരം ഉണ്ടാകൂ. വേദനകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിജീവനം ഉണ്ടാകൂ. അതുകൊണ്ട് ജീവിതത്തിൽ വേദനയില്ല എന്ന് പറഞ്ഞാൽ രൂപാന്തരം ഉണ്ടാകുകയില്ല. സംഘർഷം ഉണ്ടായെങ്കിൽ മാത്രമേ അതിജീവനം ഉണ്ടാകൂ. അപ്പവീഞ്ഞുകളെ കർത്താവ് വാഴ്ത്തി തിരുശരീര രക്തങ്ങളാക്കി തീർത്ത രൂപാന്തരം മറന്നു പോകരുത്. മറ്റൊരു രൂപാന്തരമാണ് കാൽവരിയിൽ യേശു യാഗമായി തീരുകയാണ്. ഒരു ദുഷ്പ്രവർത്തിക്കാരനെ ഇടത്തും ഒരു ദുഷ്പ്രവർത്തിക്കാരനെ വലത്തുമായിട്ട് ക്രൂശിച്ചു. ഈ കഷ്ടാനുഭവാഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ അടച്ച് ധ്യാനിക്കണം, കാൽവരിയിലേക്ക് നോക്കി ധ്യാനിക്കണം. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുന്നത് നമ്മുടെ മനോമുഖരങ്ങളിൽ വരണം. അതിന്റെ ആ മൂർധന്യതയിൽ നമ്മൾ ക്രൂശിൽ കിടക്കുന്നതായിട്ട് അനുഭവിച്ചറിയണം. നമ്മളൊക്കെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ ക്രൂശിൽ കിടന്നിട്ടുണ്ട്. അനേക സന്ദർഭങ്ങളിൽ പിടഞ്ഞ് 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 മരിച്ചിട്ടുണ്ട്. ഇവിടെ ക്രൂശിൽ കിടന്നുകൊണ്ട് രണ്ട് കള്ളന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തുകയാണ്. അതിലൊരു കള്ളൻ പറയുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 41-42 വാക്യം. ഒരു കള്ളൻ പറയുകയാണ്, ആ യേശുവിനെ ഒന്ന് നോക്കുക, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ അനേക തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കള്ളന് രൂപാന്തരമുണ്ടായി. ഇത് കേട്ടിട്ട് യേശു പറയുകയാണ്. അതുകൊണ്ട് യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇതാ രൂപാന്തരം. മുറിവുകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, രക്തച്ചൊരിച്ചിന്റെ നടുവിൽ രൂപാന്തരം ഉണ്ടാകുന്ന അനുഭവം. നമ്മൾ പറയും വലതുഭാഗത്തെ കള്ളനാണെന്ന്. വേദപുസ്തകത്തിൽ അങ്ങനെ ഇല്ലായെങ്കിലും ഒരു കള്ളൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ. രൂപാന്തരത്തിന്റെ അനുഭവം. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയിലൊക്കെ കർത്താവിന്റെ ശിഷ്യന്മാരെയൊന്നും നമ്മൾ ഓർക്കാറില്ല. നമ്മൾ ആരെ ഓർക്കുന്നത്? കുരിശ് മുത്തുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മൾ ഈ കള്ളനെയാണ് ഓർക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചൊല്ലുന്നത്, ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന ശ്രീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മസിഹ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമെന്ന്
കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. വളരെ കൊച്ചായിരുന്ന സമയത്ത് എനിക്ക് അത്ഭുതമായി ഈ കള്ളനെ കുറിച്ച്. ഇപ്പോഴാണ് മനസ്സിലായത് ശിഷ്യന്മാരെക്കാളും നമ്മളെക്കാളും ഒക്കെ വലിയ രൂപാന്തരം, മുറിവുകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, കുരിശിന്റെ നടുവിൽ രൂപാന്തരത്തിന്റെ അനുഭവം. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ചയോട് നമ്മൾ പങ്കുചേരുമ്പോൾ, പള്ളിക്കുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ അങ്ങേറ്റ മുറിവുകൾ പോലെ ഞാനും അനേക മുറിവുകൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുറിവുകളെ നിന്റെ മുറിവുകളാൽ മായ്ച്ചു കളയണമേ. നമ്മൾ സന്ധ്യയ്ക്ക് എങ്ങനെയാ ചൊല്ലിയത്? നിന്റെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മത്തിൽ അതിനാലെ രക്ഷയുണ്ടായി എന്ന് സ്ലീബായി ഞങ്ങൾ കുമ്പിടുന്നു. മശിയാതമ്പരാനെ നീ എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളെ ചൊല്ലുന്നു. ചൊല്ലിയാൽ മതിയോ? രൂപാന്തരമുണ്ടാകണം. കർത്താവിന്റെ ക്രൂശിൽ നിന്നൊഴുകിയ രക്തം കള്ളന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ കള്ളന്റെ രൂപാന്തരം ഉണ്ടായതുപോലെ, ദുഷ്പ്രവർത്തിക്കാരുടെ മാനസാന്തരം ഉണ്ടായതുപോലെ, ഈ ദുഃഖ വെള്ളിയാഴ്ച കുരിശു കുമ്പിടുമ്പോൾ കർത്താവേ എന്റെ മുറിവുകളെ ഞാൻ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ മുറിവുകളിൽ നിന്നും ഒഴുകി വരുന്ന രക്തം കൊണ്ട് എന്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തി എനിക്ക് ആത്മശാന്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നീ എന്നോടുകൂടി പരദേശിയുണ്ടായിരിക്കും. വളരെ മനോഹരമാണ്. ദുഃഖ വെള്ളിയാഴ്ച ക്രൂശ് കുമ്പിടുമ്പോൾ, ആ മുറിവുകൾ ചുംബിക്കുമ്പോൾ, തിരുവിലാവിനെ സ്പർശിക്കുമ്പോൾ ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയണം, നീ എന്നോടുകൂടി പരദേശിയുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. കുരിശു കുമ്പിടുന്ന ഒറ്റ ചാട്ടമാണ് കഞ്ഞി വെക്കുന്നത്, രുചി നോക്കാനായില്ല. ക്രൂശ് കുമ്പിടുമ്പോൾ ഈ വസ്ത്രങ്ങളിൽ നമ്മൾ ഓർത്തിരിക്കണം, കർത്താവിന്റെ ശബ്ദം കേൾക്കണം. കള്ളനോടുകൂടി എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശബ്ദം പ്രതിഫലിക്കണം, നീ ഇന്ന് എന്നോടുകൂടി പരദേശിയിൽ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ രൂപാന്തരം, ഇതാണ് നമ്മുടെ ഭാഷത്തേക്ക്, ഇതാണ് നമ്മുടെ കഷ്ടാനുഭവം. ഇന്നത്തെ പ്രകടനം നമ്മൾ വായിച്ചു, കഷ്ടാനുഭവമേ ഞങ്ങളിലേക്ക് വരിക, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ. ഒരു സംഭവം കൂടി അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രൂശിക്കപ്പെട്ടു. ആ സമയത്ത് അനേകം ആളുകൾ പോയി. ഒരു ശതാധിപൻ പറയുകയാണ്. എന്താ പറയുന്നത്? ആ ശതാധിപൻ പറയുകയാണ്, നിശ്ചയമായും ഇവൻ നീതിമാനായിരുന്നു, സത്യമായും ഇവൻ നീതിമാനായിരുന്നു. ഇതാ രൂപാന്തരം. ആ ശതാധിപന് രൂപാന്തരമുണ്ടായി, ആ ദുഷ്പ്രവർത്തിക്കാരന് രൂപാന്തരമുണ്ടായി. അനേക മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് മുറിവേറ്റു, കർത്താവ് പീഡനമേറ്റു, കർത്താവ് കുരിശു വഹിച്ചു. അതുകൊണ്ട് ദൈവമേ, അങ്ങയുടെ മുറിവ്, അങ്ങയുടെ വേദന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണമേ. പൗലോസ്ലീഹയുടെ വാക്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം സമാപനത്തിൽ പറയുന്ന ഒരു വാക്യം കൂടിയുണ്ട്. അത് കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യമാണ് അത് പറയുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അനുഭവിച്ചത്? 12-ാം അധ്യായം 9-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ ശക്തി എന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുന്നു. എത്ര സുന്ദരമാണ്! ക്രിസ്തുവിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞാൻ അനുഭവിച്ചറിയുന്നു. അത് മറ്റു തരത്തിൽ പറയുകയാണ്. അതുകൊണ്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ്, പൗലോസിനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ക്രിസ്തുവിനെ പ്രതി ബലഹീനതകളും ആക്ഷേപങ്ങളും കഷ്ടതകളും പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നതിനാൽ ഞാൻ സംതൃപ്തനാണ്. ഇങ്ങനെയൊക്കെ വാക്യങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കും. നമ്മൾ വായിച്ചില്ലല്ലോ. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ സംതൃപ്തനാണ്. ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ 2-3 വർഷം ഇരിക്കുമ്പോൾ കേൾക്കുന്ന അപഹാസ്യങ്ങളും നിന്ദകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള വാക്യങ്ങളാണ്, ക്രിസ്തുവിനെ പ്രതി ബലഹീനതകളും
ആക്ഷേപങ്ങളും കഷ്ടതകളും വേദനകളും പ്രയാസങ്ങൾ സഹിക്കുന്നതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. എന്തുകൊണ്ടെന്നാൽ ബലഹീനതയിൽ ദൈവത്തിന്റെ കൃപ അനശ്വരം ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് ചേർന്ന് പാടി അവസാനിപ്പിക്കാം. ഞങ്ങൾക്കായി ഏറ്റൊരു കാഴ്ച ധന്യം ഞങ്ങൾക്കായി ഏറ്റൊരു കാഴ്ച ധന്യം. നമ്മൾ പഠിച്ച വേദഭാഗം ഗലാത്യലേഖനം 6-17 വാക്യങ്ങളാണ്. എന്റെ ശരീരത്തിലുള്ള മുറിവുകൾ ഞാൻ യേശുക്രിസ്തുവിന്റെ വകയാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഈ കർത്താവ് ആഴ്ചയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, അനേകം മുറിവുകൾ ജീവിതത്തിലുണ്ടാകുന്നു. ശാന്തമായ ദിവസങ്ങളിൽ മാഞ്ഞുപോകാത്ത മുറിവുകൾ എന്താണെന്ന് കണ്ടുപിടിക്കാം. സൗഖ്യമാവാത്ത മുറിവുകൾ എന്താണെന്ന് കണ്ടുപിടിക്കാം. നമ്മളെ എപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന മുറിവുകൾ എന്താണെന്ന് കണ്ടുപിടിക്കാം. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ അനേക മുറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ സംതൃപ്തനാണ്. ക്രിസ്തുവിന് വേണ്ടി ഈ ചൂടടയാളും ഈ മുറിവുകളൊക്കെ ഞാൻ വഹിച്ചിരിക്കുന്നു. ഈ കർത്താൻ വാഴ്ചയിൽ ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമുക്ക് ഈ മുറിവുകളെ ഏറ്റെടുക്കാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ, പല ബന്ധങ്ങളിൽ അനേക മുറിവുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്, നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങോട്ടും കൊടുത്തും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുത്ത മുറിവുകൾ എന്തൊക്കെയാണ്? നമ്മൾ സ്വീകരിച്ച മുറിവുകൾ എന്തൊക്കെയാണ്? മായാതെ വ്രണപ്പെട്ട് നിൽക്കുന്ന മുറിവുകൾ എന്തൊക്കെയാണ്? ഈ കർത്താൻ വാഴ്ചയിൽ ഈ മുറിവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ മുറിവുകളെ പൗലോസ്ലീഹ കാണുന്നത് 3 തരത്തിലാണ്. സ്നേഹത്തിന്റെ മുറിവുകൾ. നമ്മുടെ കർത്താവ് നമ്മുടെ പൗലോസ്ലീഹയിലേക്ക് എടുത്ത മുറിവുകൾ സ്നേഹത്തിന്റെ മുറിവുകളായിരുന്നു. നമ്മൾ സ്നേഹത്തിന്റെ മുറിവുകളാണ് കൊടുക്കുന്നത്. നമ്മൾ ശത്രുതയുടെയും വിദ്വേഷത്തിന്റെയും പോരാട്ടത്തിന്റെയും പകയുടെയും അപഹാസത്തിന്റെയും തിരസ്കരണത്തിന്റെയും മുറിവുകൾ പങ്കിടുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. എത്രയോ ബാഹ്യമായ മുറിവുകൾ ശരീരത്തിലുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കാണാം. ഈ കർത്താനുവാഴ്ചയിൽ ആന്തരികമായ മുറിവുകൾ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തിയാൽ, നമ്മുടെ ജീവിതത്തെ മുറിപ്പെടുത്തിയാൽ ആന്തരികമായ മുറിവുകൾ, ബാഹ്യമായ മുറിവുകൾ, ആന്തരികമായ മുറിവുകൾ. ഈ മുറിവുകൾ എങ്ങനെയാണ് അർത്ഥം? വീണ്ടെടുപ്പിന്റെ മുറിവുകളാണ്. സ്റ്റിഗ്മ ഓഫ് ലിബറേഷൻ. നമ്മുടെ കർത്താവ് ഇതെല്ലാം ഏറ്റു. അപകാശജനായി നിന്ദിനായി തീർന്നു നമ്മളെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി. ഈ മുറിവുകൾ എന്തിന്റെ അടയാളമായിരുന്നു? വളരെ പ്രധാനപ്പെട്ടതാണ്. രൂപാന്തരത്തിന്റെ മുറിവുകളായിരുന്നു. സ്റ്റിഗ്മ ഓഫ് ട്രാൻസ്ഫർമേഷൻ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ മുറിവുകൾ സ്നേഹത്തിന്റെ മുറിവുകളും വിമോചനത്തിന്റെ മുറിവുകളും രൂപാന്തരത്തിന്റെ മുറിവുകളുമാക്കി തീർക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ വർഷത്തെ കഷ്ടാനുഭവം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ ആശിക്കുകയാണ്. എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് പരസ്പരം പൊറുക്കാം, പരസ്പരം ക്ഷമിക്കാം. നമ്മളെ മുറിപ്പെടുത്തിയവരെയും നമ്മൾ മുറിപ്പെടുത്തിയവരെയും കാൽവരിയിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് ഒഴുകി വരുന്ന രക്തത്തുള്ളികൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയട്ടെ. സ്നേഹം കൊണ്ടും വിമോചനം കൊണ്ടും രൂപാന്തരം കൊണ്ടും നമ്മളെ നിറക്കട്ടെ. പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ ശരീരത്തിലുള്ള മുറിവുകൾ ഞാൻ യേശുവിൻ്റെ വകയാണെന്ന് വ്യക്തമാക്കുന്നു.
ഈ കഷ്ടാനുഭവ ദിവസങ്ങൾ നമുക്ക് യേശുവിൻ്റെ വകയാക്കി തീർക്കാം. നമ്മൾ യേശുവിൻ്റെ സ്വന്തമായി തീരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട എലിയച്ചനോടും പ്രിയപ്പെട്ട ജോയിസച്ചനോടും ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഓരോരുത്തരോടും നിങ്ങളെല്ലാവരോടും എൻ്റെ സ്നേഹവും ആദരവും ഞാൻ സമർപ്പിക്കുകയാണ്. അനുഗ്രഹകരമായ പീഡാനുഭവവും വിമോചനം നിറഞ്ഞ ജീവൻ പകരുന്ന ഉയർപ്പ് പെരുന്നാൾ എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. ഉയർപ്പ് ജീവൻ്റേതാണ്, ഉയർപ്പ് സ്നേഹത്തിൻ്റെതാണ്, ഉയർപ്പ് വിമോചനത്തിൻ്റെതാണ്, ഉയർപ്പ് രൂപാന്തരത്തിൻ്റെതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.